കലാഭവൻ നവാസിന്റെ വേർപാട് സംഭവിച്ചിട്ട് ഒരു വർഷം തികഞ്ഞു. ഷൂട്ടിങ്ങിനായി പോയ താരത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വളരെ അപ്രതീക്ഷിതമായൊരു മരണമായിരുന്നു നവാസിൻ്റേത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. നടന്റെ വേർപാടിനേക്കാൾ പ്രേക്ഷകരെ വേദനിപ്പിക്കുന്നത് പ്രിയ ഭർത്താവിനെ ഓർത്ത് നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന രഹനയെ കാണുന്നതാണ്. നവാസ് മരിച്ച ശേഷം രഹന വീട്ടിനുള്ളിൽ തന്നെ കഴിയുകയായിരുന്നു. നവാസ് അവസാനമായി അഭിനയിച്ച പ്രകമ്പനം എന്ന സിനിമ കാണാൻ വേണ്ടി മാത്രമാണ് രഹന മക്കൾക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങിയതും മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും. ഇപ്പോഴത്തെ നവാസിന്റെ പിറന്നാൾ ദിനത്തിൽ രഹന പങ്കുവച്ച കുറിപ്പാണ് ആരാധകരുടെ കണ്ണുകൾ നിറയ്ക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 10 നവാസ്കയുടെ പിറന്നാളാണ്. കാത്തിരിപ്പിനൊടുവിൽ സുബർക്കത്തിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടും. ഇതിനേക്കാൾ മനോഹരമായി ഞങ്ങൾ അവിടെ ജീവിക്കും എന്നാണ് പ്രിയതമന്റെ പിറന്നാൾ ദിനം ഓർമ്മിച്ച് രഹന കുറിച്ചത്. ഗായകൻ കൂടിയായ നവാസ് താരകരൂപിണി നീയെന്നും എൻ്റെ ഏകാന്ത രോമാഞ്ചമായിരിക്കും എന്ന പാട്ട് പാടുന്നതിൻ്റെ വീഡിയോയും ഇരുവരും ഒരുമിച്ച് രസകരമായ നിമിഷങ്ങൾ പങ്കിടുന്ന വീഡിയോയുമെല്ലാം റീലിൽ രഹന ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ ഓർമ്മകളും പേറി നീറുന്ന മനസ്സുമായി കഴിയുന്ന രഹന പങ്കുവച്ച റീലും വാക്കുകളും താരത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെയും കണ്ണു നിറച്ചു. പടച്ചവൻ നാളെ മഹ്ശറയിൽ രണ്ട് ആളെയും ഒന്നിച്ചു കൂട്ടട്ടെ. നാഥൻ അനുഗ്രഹിക്കട്ടെ. രഹന ധൈര്യമായി മുന്നോട്ടു പോകൂ. ഇത്താടെ ആഗ്രഹം പോലെ ജന്നത്തിലും ഒരുമിച്ച് കൂടാൻ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. എന്തു മനോഹരമായാണ് ഇവർ രണ്ടുപേരും സ്നേഹിച്ചിരുന്നത്. ഇത്ത ആഗ്രഹിച്ചതുപോലെ ആ നാഥൻ നിങ്ങളെ ഒന്നിപ്പിക്കട്ടെ. ഒരു കലാകാരനെ പടച്ചവൻ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുകയാണെങ്കിൽ അത് നവാസിക്കയ്ക്കായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തവരും. ഈ സങ്കടം താങ്ങുന്നതിന് ദൈവം നിങ്ങളെയും മക്കളെയും സഹായിക്കട്ടെ എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. നവാസിക്കയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാണ് രഹന എപ്പോഴും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നവാസിൻ്റെ വേർപാട് രഹനയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാകും എന്നത് പ്രേക്ഷകർക്കും ഊഹിക്കാമായിരുന്നു. 2002 നവാസിൻ്റെയും രഹനയുടെയും വിവാഹം. രണ്ടുപേരും സിനിമയിൽ നിന്നുള്ളവരായതിനാൽ എന്നും നേരിടേണ്ടി വന്നത് പ്രണയവിവാഹമായിരുന്നു എന്ന ചോദ്യമായിരുന്നു. അല്ലെന്ന് ഉത്തരം പറഞ്ഞ് മടുത്തുവെന്നും ഇരുവരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇരുവരും നീലാകാശം നിറയെ എന്ന സിനിമയിൽ നായികാനായകന്മാരായി അഭിനയിച്ചിരുന്നു. അന്ന് നവാസിന് വിവാഹമാലോചിക്കുന്ന സമയമായിരുന്നു. ഒരു ദിവസം ലൊക്കേഷനിലെത്തിയതായിരുന്നു നവാസിൻ്റെ സഹോദരൻ നിയാസ്. അദ്ദേഹമാണ് രഹനയെ നവാസിനായി വിവാഹം ആലോചിച്ചാലോ എന്ന് ചിന്തിക്കുന്നത്. കുടുംബത്തിൽ സംസാരിച്ചു. ആർക്കും കുഴപ്പമൊന്നുമില്ല. രഹനയുടെ പിതാവിനോട് സംസാരിക്കുന്നതും നിയാസ് തന്നെ. 2 വർഷത്തിനുള്ളിൽ വിവാഹം നടന്നു. വിവാഹത്തിന് 2 ദിവസം മുമ്പ് വരെ സീരിയലിൽ സജീവമായിരുന്നു രഹന. എന്നാൽ വിവാഹത്തോടെ കുടുംബിനി റോളിൽ ഒതുങ്ങി. 3 മക്കളാണ് ഇരുവർക്കും. നവാസ് മരിക്കുന്നതിന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും ഒരുമിച്ച് ഇഴ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു. ആ സിനിമയുടെ പ്രൊമോഷനായി ഇരുവരും ഒരുമിച്ച് നൽകിയ അഭിമുഖങ്ങളെല്ലാം വൈറലായിരുന്നു. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നവാസ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതും രഹനയെക്കുറിച്ചുള്ള ഒരു പോസ്റ്റാണ്. രഹനയ്ക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള ജെസ്സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചതിനെക്കുറിച്ചുള്ള പോസ്റ്റായിരുന്നു അത്.